എല്ലാ ദിവസവും 100 ഒട്ടകങ്ങളെ സ്വതക്ക കൊടുക്കാൻ ഒരാൾക്ക് കഴിയോ? നിങ്ങളുടെ ആർക്കെങ്കിലും കഴിയോ? തീർച്ചയായിട്ടും കഴിയും. അതിന് മാർഗമുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും 100 കുതിരകളെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ, യുദ്ധം ചെയ്യാൻ അയക്കാൻ ആർക്കെങ്കിലും കഴിവുണ്ടോ? തീർച്ചയായിട്ടും എല്ലാവർക്കും കഴിയുന്ന അത്ഭുതകരമായ ഒരു മാർഗം, ഒരു എളുപ്പമാർഗം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് പഠിക്കാം. വലിയ ഇടങ്ങേറ് പിടിച്ച, വലിയ പ്രയാസമുള്ള സംഗതിയൊന്നുമല്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു മാർഗമാണ്. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കട്ടെ. ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര്, സഹോദരങ്ങളൊക്കെ വലിയ പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്, കടബാധ്യതകൾ പറഞ്ഞവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ മക്കളെ കെട്ടിക്കാനായവരുണ്ട്, അതുപോലെ മറ്റ് പ്രയാസങ്ങൾ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, മക്കളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്, ജോലി സംബന്ധമായി ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്, വസ്തു സംബന്ധമായി ദ്വാരക്കാൻ, അങ്ങനെ പല പ്രയാസങ്ങളും പറഞ്ഞവർ. അള്ളാഹു എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ്. എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. കമന്റുകളായിട്ട് ആരൊക്കെ എന്തൊക്കെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ഏതൊക്കെ മുറാദുകൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ആരൊക്കെ എന്തൊക്കെ വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നീ സലാമത്ത് നൽകി, രക്ഷ നൽകി, സമാധാനം നൽകണേ അല്ലാഹ്. ഈ സമാധാനം നൽകണേ. ഇൻഷാ അല്ലാഹ് നമ്മളെപ്പോഴും എല്ലാ ദിവസവും ഒരു ദിക്റോ ദുആയോ സുഹൃത്തൊക്കെ ആയിട്ട് കണ്ടുമുട്ടാറുണ്ട്. ഇന്നും ഇൻഷാ അല്ലാഹ് ഞാൻ വന്നത് മഹത്തായ ഒരു ദിക്ർ പറഞ്ഞുതരാൻ. മഹത്തായ ഒരു ദിക്ർ. ഈ ദിക്റിന്റെ പ്രത്യേകത എന്താണ്? ഈ ദിക്ർ ചൊല്ലുന്ന ആള് വലിയ ധർമ്മം ചെയ്ത ആളുടെ കൂലി കിട്ടും. വലിയ ധർമ്മം എന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു 10 രൂപ ഒരാൾക്ക് കൊടുത്തു, നല്ല നീയത്തോടു കൂടിയിട്ടാണ് കൊടുത്തത്. അപ്പൊ അല്ലെങ്കിൽ ഒരു പള്ളി നിർമ്മിക്കാൻ വേണ്ടി ഒരു 10 രൂപ കൊടുത്തു, അല്ലെങ്കിൽ ഒരു മദ്രസയുടെ ആവശ്യത്തിന് 10 രൂപ കൊടുത്തു. ഈ സ്വതക്ക നിലനിൽക്കുന്ന കാലത്തോളം ഈ വ്യക്തിക്ക്, അതായത് ഇപ്പൊ പൈസ ഉപയോഗിച്ചിട്ട് പള്ളിയുടെ എന്തെങ്കിലും ഒരു പണി നടന്നു, ആ പള്ളിയിൽ സുജൂദ് ചെയ്യുന്ന ആളുകൾ ഉള്ള കാലത്തോളം, ആ പള്ളി അവിടെ ഉള്ള കാലത്തോളം എന്ത് ചെയ്യും? ഈ വ്യക്തി മരണപ്പെട്ട് ഖബറിൽ കിടന്നാലും അയാളുടെ ഖബറിലേക്ക് എന്ത് കിട്ടും? കൂലി കിട്ടും. അവിടെ ആരൊക്കെ നിസ്കരിക്കുന്നുണ്ടോ, അവിടെ ആരൊക്കെ ഖുർആൻ ഓതുന്നുണ്ടോ, അവിടെ ആരൊക്കെ ഇഅ്തികാഫ് ഇരിക്കുന്നുണ്ടോ, അവിടെ ആരൊക്കെ മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ, ഇൽമിന്റെ ക്ലാസുകൾ നടക്കുന്നുണ്ടോ, അതിന്റെയൊക്കെ മിസ്ല സവാബ് ഈ വ്യക്തി മരണപ്പെട്ട് ഖബറിൽ കിടന്നാലും അവിടേക്ക് ഇങ്ങനെ കൊടുക്കും. അതാണ് സ്വതക്കയുടെ കൂലി. എല്ലാ ദിവസവും ഒരാൾക്ക് സ്വതക്ക ചെയ്യാൻ അവസരം കിട്ടിയാലോ, അതും ചുരുങ്ങിയതൊന്നുമല്ല, വലിയ ഭീമമായ സ്വതക്ക, സ്വഹാബത്ത് കൊടുത്തതുപോലെയുള്ള സ്വതക്ക, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കൊടുത്തതുപോലെയുള്ള സ്വതക്ക, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊടുത്തതുപോലെയുള്ള സ്വതക്ക, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ കൊടുത്തതുപോലെയുള്ള സ്വതക്കകൾ കൊടുക്കാൻ ഒരാൾക്ക് അവസരം കിട്ടിയാലോ, മഹദി ഖദീജത്തുൽ കുബറ റളിയല്ലാഹു അൻഹ കൊടുത്തതുപോലെയുള്ള സ്വതക്കകൾ കൊടുക്കാൻ ഒരാൾക്ക് അവസരം കിട്ടിയാൽ പാഴാക്കാൻ പാടുള്ളൂ? പാഴാക്കാൻ പാടില്ല. പാഴാക്കുന്നവരെ സംബന്ധിച്ച് എന്താ പറയാ? നമ്മള് മണ്ടന്മാരെന്നല്ല പറയും. അല്ലാഹു മണ്ടന്മാര് നമ്മൾ ചേർത്താതിരിക്കുവാണ്, അങ്ങനെ നമ്മളെ പെടുത്താതിരിക്കുമാറാകട്ടെ. അപ്പോ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ, അതിന് വലിയ പാടൊന്നുമില്ല. നമുക്ക് ആരെങ്കിലും നബിതങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന പദം, സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹ് 100 തവണ പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹ് എന്ന ഇസ്മ 100 തവണ പറഞ്ഞാൽ, ഖബല തുലൂഇ ശംസി വ ഖബല ഖുറൂബിഹ, എപ്പോ 100 തവണ സുബ്ഹാനല്ലാഹ് പറയാനൊന്നും വലിയ സമയമൊന്നും വേണ്ട, കുറഞ്ഞ സമയം, 1 മിനിറ്റോ അത് ചില്ലറയോ മതി. അതും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അതുപോലെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും. സുബഹി നിസ്കാരത്തിന് ശേഷം പറഞ്ഞാൽ മതി. സൂര്യൻ ഉദിക്കുന്നതിന് നമ്മൾ സുബഹി നിസ്കരിച്ച ഉടനെ അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി. സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, അതായത് മഗ്‌രിബിന് തൊട്ട് മുമ്പുള്ള സമയം, ഈ 2 സമയത്തും ആരെങ്കിലും ഒരാൾ 100 തവണ സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹ് അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ സുബഹി കുറച്ച് നേരത്തെ നിസ്കരിക്കുക, അതായത് ബാങ്ക് കൊടുത്ത ഉടനെ ഈ സൂര്യൻ ഉദിക്കാൻ സമയമാകുന്ന സമയത്ത് പോയി നിസ്കരിച്ചാൽ ചിലപ്പോൾ അതിന് ശേഷം സമയം കിട്ടിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം? സുബഹി സാധാരണ നിസ്കരിക്കുന്നത് ബാങ്ക് കൊടുത്ത ഉടനെ സുബഹി നിസ്കരിക്കാം, അതിനുശേഷം നല്ല സമയം ഉണ്ടാവും, അത്ര സുബ്ഹാനല്ലാഹ് എല്ലാമുള്ള സമയമുണ്ട്. അതുപോലെ തന്നെ മഗ്‌രിബിന് കുറച്ചു മുമ്പ് നമ്മളൊന്ന് ഉദു എടുത്ത് റെഡിയായി, ഇപ്പൊ പുരുഷന്മാരാണെങ്കിൽ അവർ കുറച്ച് നേരത്തെ പള്ളിയിലേക്ക് എത്താം, സ്ത്രീകളാണെങ്കിൽ ജോലിയൊക്കെ നേരത്തെ ഒതുക്കിയിട്ട് കുറച്ചൊരു 5-10 മിനിറ്റ് മുമ്പെങ്കിലും ഒന്ന് ഉദു എടുത്ത് വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ആ മുസല്ലയിൽ ഇരുന്നിട്ട് കുറച്ച് തസ്ബീഹൊക്കെ ചെല്ലാൻ അവസരം കിട്ടിയ വലിയ ബർക്കത്താണ്. അപ്പൊ അങ്ങനെ ഒരു 100 തവണ വീതം രാവിലെയും വൈകുന്നേരം ചൊല്ലാൻ ഒരാൾക്ക് ഭാഗ്യം കിട്ടിയാൽ അവൻ അഫ്ളലു മിൻ മിഅത്തി ബദന, 100 ഒട്ടകങ്ങളെ സ്വതക്ക കൊടുത്തതിനേക്കാൾ അഫ്ളലാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കുക, 100 ഒട്ടകങ്ങളെ സ്വതക്ക കൊടുക്കുക എന്ന് പറഞ്ഞാല് ചില്ലറ പണിയല്ല, ചില്ലറ പൈസ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല. ഒരു ഒട്ടകത്തിന് എത്ര വിലയുണ്ട്. അതുപോലുള്ള 100 ഒട്ടകങ്ങളെ മഹാന്മാരുടെ ചരിത്രത്തിൽ കാണാം. സ്വഹാബത്തിനൊക്കെ ചരിത്രത്തിൽ നബിതങ്ങൾ ചോദിച്ചപ്പോൾ ഉള്ളതൊക്കെ കൊടുത്തു.
അപ്പൊ അതുപോലെ നമുക്കും സ്വതക്ക കൊടുത്ത കൂലി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? സുബ്ഹാനല്ലാഹ് എന്ന ഈ 2 വാചകങ്ങൾ ചേർത്തിട്ടുള്ള ഒരു തസ്ബീഹ് രാവിലെയും വൈകുന്നേരം ഒരു 100 തവണ. അതായത് രാവിലെയും 1 മിനിറ്റ്, വൈകുന്നേരവും 1 മിനിറ്റ്, അല്ലെ രാവിലെയും 2 മിനിറ്റ്, വൈകുന്നേരം 2. ദിവസത്തിൽ 4 മിനിറ്റ് ചെലവാക്കിയാൽ മതി. ദിവസത്തിൽ 4 മിനിറ്റ്. 24 മണിക്കൂറുള്ളതിൽ 4 മിനിറ്റ് ബാക്കി വെച്ചാൽ ബാക്കി 23 മണിക്കൂറും 56 മിനിറ്റുകളും ബാക്കിയാണ്. 23 മണിക്കൂറും 56 മിനിറ്റും ബാക്കിയാണ് നമുക്ക് ബാക്കിയുള്ള പ്രവൃത്തി ചെയ്യാൻ. അതിൽ നിന്നുള്ള 4 മിനിറ്റ് മാത്രം എടുത്ത് ചെലവഴിച്ചാൽ മതി. എന്തിനു വേണ്ടിയിട്ട്? 100 ഒട്ടകങ്ങളെ സദഖ കൊടുത്ത കൂലി കിട്ടാൻ. ഇനിയോ അവിടുന്ന് പറയാണ് മൻകാല അൽഹംദുലില്ലാ. അടുത്ത പദം നമുക്കറിയുന്നതല്ലേ, സുബ്ഹാനല്ലാഹ് നമുക്കറിയാം. അൽഹംദുലില്ലാ എന്നത് ആരെങ്കിലും പറഞ്ഞാൽ ഇതുപോലെ എപ്പോ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിന് ഈ സെയിം സമയത്ത് തന്നെ ഒരു അൽഹംദുലില്ലാ എന്ന് ഒരാൾ 100 തവണ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ തയ്യാറാക്കി സജ്ജീകരിച്ച 100 ഒട്ടകങ്ങളെക്കാൾ 100 ഒട്ടകങ്ങളെ സ്വതക്ക കൊടുത്തതിനേക്കാൾ ശ്രേഷ്ഠമായതാണ്, അഫ്ളലായതാണ് 100 തവണ എന്ത് പറയൽ? അൽഹംദുലില്ലാ പറയൽ. അൽഹംദുലില്ലാ. അല്ലാഹുവേ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ അവസരം നൽകണേ അല്ലാഹ്, അവസരം നൽകണേ അല്ലാഹ്. ഇനിയോ ആരെങ്കിലും ഒരാൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അപ്പോ ഇതുപോലെ ഈ സെയിം സമയത്ത് സൂര്യൻ ഉദിക്കുന്നതിന്റെയും അസ്തമിക്കുന്നതിന് മുമ്പ് 100 തവണ വീതം ആരെങ്കിലും ഒരാൾ ഈ ഒരു അല്ലാഹു അക്ബർ എന്ന ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ, അല്ലാഹു അക്ബർ നമുക്കറിയുന്നതല്ലേ, അങ്ങനെ ചെയ്യുന്നത് അഫ്ളലു മിൻ ഇത്ഖി മിഅത്തി റഖബത്തി 100 ആളുകളെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. നോക്കുക, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിമത്ത മോചനം നടപ്പാക്കി. അല്ലെ, ഓരോ കാര്യങ്ങൾക്കും പ്രതിഫലമായിട്ട് അടിമയെ മോചിപ്പിക്കണമെന്ന് പ്രായശ്ചിത്തമായിട്ടൊക്കെ അടിമയെ മോചിപ്പിക്കാൻ, അതുപോലെ തന്നെ അടിമയെ മോചിപ്പിക്കുന്നതിന്റെ വലിയ ശ്രേഷ്ഠതകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് സ്വഹാബത്ത് എന്ത് ചെയ്തു? അടിമകളായിരുന്ന ആളുകളെയൊക്കെ വാങ്ങി ഇങ്ങനെ മോചിപ്പിച്ചു. അടിമത്ത സമ്പ്രദായം ഒഴിവാക്കി, ഇസ്ലാമൊന്നും ഇല്ലാതെയാക്കി. അങ്ങനെ ആ അടിമത്ത സമ്പ്രദായത്തിന്, അത് അടിമത്ത മോചനത്തിന് അല്ലാഹുവിന്റെ ഹബീബ് കൽപ്പിച്ച വില വലിയ വിലയാണ്, വലിയ സ്ഥാനമാണ് നാളെ മഹ്ശറിൽ കിട്ടുന്നത്, സ്വർഗത്തിൽ കിട്ടുന്നത്. ഒരു അടിമയെ കാരണം ഭൂമിയിൽ വെച്ച് മോചിപ്പിക്കണമെങ്കിൽ വലിയ വില കൊടുക്കണം. ഒരു മനുഷ്യനാണല്ലോ, അടിമ എന്ന് പറഞ്ഞ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ശരീരം നോക്കിയിട്ട് വില കൽപ്പിക്കണം. നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണെങ്കിൽ വലിയ വില കൊടുക്കണം, നല്ല വില കൊടുക്കണം. അപ്പൊ അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ അല്ലെ കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടാവണം ഓരോ അടിമകളെ ഇങ്ങനെ മോചിപ്പിക്കേണ്ടത്. അപ്പൊ അത്രയും വിലയുള്ള അടിമകളെ വാങ്ങി മോചിപ്പിക്കുന്നതിന്റെ കൂലി എത്രയായിരിക്കും നാളെ റബ്ബിന്റെ അടുക്കൽ? ഇങ്ങനെയുള്ള 100 അടിമകളെ മോചിപ്പിക്കുന്നതിന്റെ പ്രതിഫലം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് രാവിലെയും വൈകുന്നേരം 4 മിനിറ്റ് എടുത്തൊരു 100 തവണ ചൊല്ലുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അല്ലേ, എത്രയോ സമയം നമ്മൾ പാഴാക്കി കളയുന്നുണ്ട്, വെറുതെ കളയുന്നുണ്ട്. അല്ലാഹുവേ ഞങ്ങൾക്ക് ചെല്ലാനും പറയാനും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇനി മൻകാല നബി തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമുക്ക് അറിയുന്ന ഒരു ദിക്റാണ് അല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ഒരു ദിക്റിനെ ഒരു 100 തവണ ഖബല തുലൂഇ ശംസി വ ഖബല ഖുറൂബിഹ, സെയിം സമയത്ത്, സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പും അതുപോലെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുമായിട്ട് 100 തവണ ചൊല്ലാൻ ഒരാൾക്ക് അവസരം കിട്ടിയാൽ ഇവനേക്കാൾ കൂടുതൽ ഇബാദത്ത് ചെയ്ത ഒരാളും നാളെ മഹ്ശറിൽ വരില്ല. അല്ലെ, ഇവളേക്കാൾ കൂടുതൽ ഇബാദത്ത് ചെയ്ത ഒരാളും ഇതിനേക്കാൾ മികച്ചു നിൽക്കുന്ന ഒരു ഇബാദത്തുമായിട്ട് നാളെ മഹ്ശറിൽ ആരും വരില്ല. അതായത് ഏറ്റവും ടോപ്പ് അമൽ അതായിരിക്കും, ഏറ്റവും മുകളിൽ നിൽക്കുന്ന അമൽ അതായിരിക്കുമെന്ന് ഹബീബായ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. ഏറ്റവും ഉയർന്ന അമൽ നാളെ മഹ്ശറിൽ ചെന്ന് നിൽക്കുമ്പോൾ ഏറ്റവും വലിയ അമൽ ചെയ്ത ആരുടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഉയർത്തി കാണിക്കാൻ പറ്റും, നമുക്ക് കൈ ഉയർത്താൻ പറ്റും. ഞാൻ ചെയ്തിട്ടുണ്ട്, കാരണം എന്തേ, ഞാൻ ഈ തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട്, ഈ ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ 4 ദിക്റുകൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു
ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ 4 ദിക്റുകൾ മുടങ്ങാതെ എല്ലാ ദിവസവും രാവിലെ സുബഹിക്ക് മുമ്പും സുബഹി സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും 100 തവണ വീതം ചൊല്ലുന്ന ആൾക്ക് കിട്ടുന്ന നേട്ടം 100 ഒട്ടകങ്ങളെ സ്വതക്ക ചെയ്ത കൂലി, അള്ളാഹുവിന്റെ മാർഗത്തിൽ 100 കുതിരകളെ സ്വതക്ക ചെയ്ത കൂലി, അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി 100 അടിമകളെ മോചിപ്പിച്ച കൂലി, അതോടൊപ്പം തന്നെ നാളെ മഹ്ശറിൽ വന്നു നിൽക്കുമ്പോൾ ഏറ്റവും വലിയ അമല് ചെയ്ത കൂലി അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തിക്ക് നൽകുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ അവസരം നൽകണേ അല്ലാഹ്, ചൊല്ലാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. എളുപ്പമുള്ള ദിക്റാണ്, ഞങ്ങളുടെ നാവിനെ നീ വഴക്കി തരണേ അല്ലാഹ്. എപ്പോഴും ചൊല്ലുന്ന നാവായി ഞങ്ങളുടെ നാവിനെ നീ കബൂലാക്കണേ റഹ്മാനെ. മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാം, കാരണം അവർക്കും ഈ പ്രതിഫലം കിട്ടട്ടെ. നമ്മൾ തസ്ബീഹ് ചൊല്ലുമ്പോൾ നമുക്ക് അതിന്റെ കൂലി കിട്ടുമല്ലോ, എന്നാൽ മറ്റൊരാൾ ഇത് നമ്മൾ അയച്ചു കൊടുത്ത് അവര് ചൊല്ലിക്കഴിഞ്ഞാൽ അവര് ചൊല്ലുന്നതിന്റെ കൂലി കൂടെ നമുക്ക് കിട്ടും. നോക്കുക, അവർ ചൊല്ലുന്നതിന്റെ കൂലി അവർക്ക് കുറയാതെ നമുക്ക് അതുപോലത്തെ ഒരു കൂലി അള്ളാഹു നൽകും. അള്ളാഹു ഞങ്ങൾക്ക് നീ അവസരം നൽകണേ അള്ളാഹ്. ഇപ്പോൾ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. മറ്റു ഒരുപാട് നല്ല സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, ഒരുപാട് അവസരങ്ങൾ നൽകുമാറാകട്ടെ. വിശുദ്ധമായി നല്ല രാത്രികളും പകലുകളും അവന്റെ ഇബാദത്തിലായി കഴിയാനും ഒരുപാട് ദിക്ർ ചൊല്ലാനും ഖുർആൻ ഓതാനും ഒരുപാട് നിസ്കാരങ്ങൾ നിർവഹിക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് മറ്റൊരു അവസരത്തിൽ മറ്റൊരു ദിക്റോ മറ്റൊരു ദുആയോ ഒക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. വആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.